നമസ്കാരം. ലോകത്തെ വിറപ്പിച്ച അണുബോംബ് ഭീഷണികൾക്കും യുദ്ധകാഹളങ്ങൾക്കുമൊടുവിൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്നും അവസാന നിമിഷം പിന്മാറി അമേരിക്ക. ഈ ആശ്വാസത്തിലാണ്. ലോകം ഇക്കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടായ സമ്മർദ്ദമാണ് ട്രംപിനെ തീരുമാനം പിൻവലിക്കാൻ നിർബന്ധിതനാക്കിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാനെതിരെ ആസൂത്രണം ചെയ്തിരുന്ന അതിശക്തമായ സൈനിക ആക്രമണം പിൻവലിച്ചതായും ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുമെന്നും ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ന്യൂജേഴ്സിയിൽ നിന്നും വാഷിംഗ്ടണിലേക്കുള്ള യാത്രക്കിടെ എയർഫോഴ്സ് 1 വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് നാടകീയ വെളിപ്പെടുത്തൽ നടത്തിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയതും വിനാശകരവുമായ ആകാശ ആക്രമണത്തിനാണ് ഞായറാഴ്ച അമേരിക്കൻ സൈന്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അവസാന നിമിഷം നയതന്ത്ര ചർച്ചകൾക്കൊരു അവസരം കൂടി നൽകാനായി US സൈനിക നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. പ്രത്യാക്രമണം കൂടുതൽ അപകടകരമായ അനിശ്ചിതത്വത്തിലേക്ക് വഴിവെക്കുമെന്നും ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്നും മേഖലയിലെ പ്രധാന ശക്തികളായ സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ ട്രംപിനോട് ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ഫോണിൽ സംസാരിച്ച വിവരവും ട്രംപ് വെളിപ്പെടുത്തി. നിങ്ങൾ ഏതാണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ആക്രമിക്കണം എന്നാണോ അതോ വേണ്ട എന്നാണോ എന്ന് താൻ നേരിട്ട് ചോദിച്ചപ്പോൾ യുദ്ധത്തേക്കാൾ നല്ലത് സമാധാന കരാറിലെത്തുന്നതാണെന്ന് ഗൾഫ് നേതാക്കൾ വ്യക്തമാക്കുകയായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി അമേരിക്കയുടെ ബേസുകൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണം. ഇത് ഗൾഫ് നാടുകൾ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അടക്കമുള്ള ഗൾഫ് നാടുകളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സമാധാന കരാറിലെത്തുകയും ഹോർമുസ് അടക്കമുള്ള ചാനലുകൾ വഴി പൂർണ്ണമായും അർത്ഥത്തിൽ കപ്പലുകൾ കടത്തിവിടുകയും ഒക്കെ ചെയ്യേണ്ടുന്നത് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചും നിർണായകമാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തര ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് നേതാക്കൾ ഇത്തരത്തിൽ സമാധാന കരാറാണ് അടിയന്തര ആവശ്യമെന്ന് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗൾഫ് മധ്യസ്ഥർ തയ്യാറാക്കിയ പുതിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചത്തെ നിർണായക ചർച്ചകൾ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള മിലീഷ്യകൾ ഗൾഫ് രാജ്യങ്ങൾക്കും ജോർദാനും നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക, ഇറാനെതിരെയുള്ള നാവിക ഉപരോധം US അവസാനിപ്പിച്ച് എണ്ണ കയറ്റുമതി പുനരാരംഭിക്കാൻ അനുമതി നൽകുക തുടങ്ങിയ വ്യവസ്ഥകളാണ് ചർച്ചയിലുള്ളത്. ഹോർമുസ് കടലിടുക്ക് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയെന്നും ഇറാന്റെ ആണവ നിരായുധീകരണം സംബന്ധിച്ച കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഇതിനോട് ഔദ്യോഗികമായി അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഫെബ്രുവരി 28 മുൻപുള്ള അവസ്ഥയിലേക്ക് ഹോർമുസ് കടലിടുക്ക് ഇനി മടങ്ങില്ലെന്നും കടലിടുക്ക് പൂർണ്ണമായി തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളില്ല എന്നുമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി വ്യക്തമാക്കിയത്. ട്രംപിന്റെ പുതിയ നയതന്ത്ര നീക്കം യുദ്ധം ഒഴിവാക്കുമോ അതോ വീണ്ടും പുകയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.